മക്കളെ ശ്രദ്ധിക്കുക. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലത്തെ ഒരു സ്ഥിരം ചോദ്യമാണിത്. എ സ്ട്രക്ചറൽ സ്റ്റീൽ റോഡ് ഹാസ് എ റേഡിയസ് 10 millimeter and length 1 meter. A 100 kilonewton force stretches it along its length. Calculate stress, elongation and strain of the rod. Given Young's modulus of structural steel is 2 into 10 raised to 11 Newton per meter square. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗിവൺ ഡാറ്റ ഒന്ന് എഴുതി വെക്കാം. ഗിവൺ ഡാറ്റ. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം മക്കളെ നിങ്ങൾ വിചാരിക്കണം ഫിക്സഡ് ആണെന്ന് വിചാരിക്കുക. ഈ ഒരു ഭാഗം ഫിക്സഡ് ആണെന്ന് വിചാരിക്കുക. ഇനി ഇതിന്റെ എന്തൊക്കെയാ അവർ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ റേഡിയസ് പറഞ്ഞിട്ട് മക്കളെ, റേഡിയസ് പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് R is equal to, ശ്രദ്ധിക്കുക, 10 millimeter ആണ് പറഞ്ഞിരിക്കണേ. നമുക്കറിയാം മില്ലിമീറ്റർ അല്ല SI യൂണിറ്റ്, പിന്നെ ആരാ? മീറ്ററാ. അപ്പൊ 10 into 10 raised to -3 meter. ആൻഡ് ലെങ്ത് 1 meter. ഇതിന്റെ നീളം പറഞ്ഞിട്ടുണ്ട് മക്കളെ. ഇതിന്റെ നീളം തേടാ 1 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ലെങ്ത് is equal to 1 meter. അത് SI തന്നെ തന്നിരിക്കണത്. അപ്പൊ നിങ്ങൾ മാറ്റൊന്നും വേണ്ട. 100 kilonewton force stretches it along its length. അല്ലെ. അപ്പൊ എന്താ സംഭവിച്ചേ? ഇവിടെ ഒരു 100 kilonewton ഫോഴ്സ് കൊടുത്തിട്ട് വലിക്കാന്ന് വിചാരിക്കുക. F is equal to 100 kilonewton ഫോഴ്സ് വെച്ച് വലിക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഇതേടാ ഞാൻ എഴുതാണ് F is equal to 100 kilonewton. അല്ലെ. കിലോന്യൂട്ടൺ അല്ല SI യൂണിറ്റ്, പിന്നെ ആരാ? ന്യൂട്ടനാ. അപ്പൊ 100 into 10 raised to 3 Newton അവിടെ കിടക്കട്ടെ. ഇനി എന്താ? കാൽക്കുലേറ്റ് സ്ട്രെസ് അല്ലെ. കാൽക്കുലേറ്റ് സ്ട്രെസ്, ഇലോങ്ങേഷൻ, സ്ട്രെയിൻ ഓഫ് ദ റോഡ് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് കണ്ടെത്താം? നമുക്ക് ആദ്യം തന്നെ സ്ട്രെസ് കണ്ടെത്താം അല്ലെ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എഴുതി വെക്കാം. എന്താണ് സ്ട്രെസ്? സ്ട്രെസ് നമുക്ക് അതിൽ തന്നെ കണ്ടെത്താം. അപ്പൊ മക്കളെ മനസ്സിലാക്കടാ, എന്താണ് സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ. സ്ട്രെസ് സിഗ്മ ഇസ് ഈക്വൽ ടു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് സ്ട്രെസ്സിന്റെ ഇക്വേഷൻ. പക്ഷെ പ്രശ്നമുണ്ട്, ഏരിയ നമുക്കറിയില്ല. അപ്പൊ ഏരിയ അതിൽ തന്നെ കണ്ടെത്തണം. വിച്ച് ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ, വിച്ച് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആറിന്റെ വാല്യൂ ഇതേടാ കിടക്കണേ. എത്രയാണ് ആറിന്റെ വാല്യൂ? 10 into 10 raised to -3 whole square. ഇതൊന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ആയി അല്ലെ. അപ്പൊ ഞാൻ എന്താ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കാണ്. 10 into 10 raised to -3 whole square അല്ലെ into പൈ which is equal to, നമുക്ക് വന്നൂടെ മക്കളെ, 3.14 into 10 raised to -4 meter square എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് 100 into 10 raised to 3 divided by 3.14 into 10 raised to 3.14 into 10 raised to -4. ഇത് ചുമ്മാ കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ ഇതിന്റെ ഉത്തരമായി അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. 100 into 10 raised to 3 divided by ആൻസർ which is equal to മക്കളെ 31,83,09,886.2 എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഇതിൽ നമുക്ക് 10ന്റെ പവർ ആയിട്ട് എഴുതാം. അതെങ്ങനെ മക്കളെ എഴുതാ? ഇവിടെ കിടക്കണ 3.18 into 10 raised to 1, 2, 3, 4, 5, 6, 7, 8 10 raised to 8 Newton per meter square എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇനി എന്താ മക്കളെ അടുത്ത ചോദ്യം? ഇലോങ്ങേഷൻ കണ്ടെത്തണം. ഇലോങ്ങേഷൻ ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കടാ. ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലോങ്ങേഷൻ നമുക്ക് കണ്ടെത്തണം അല്ലെ. ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇലോങ്ങേഷൻ നമുക്ക് കണ്ടെത്തണം. അപ്പൊ ഇലോങ്ങേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ, ഇലോങ്ങേഷൻ എങ്ങനെയാ കണ്ടെത്താ? ശ്രദ്ധിക്കുക. നമുക്കറിയാം യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ. എന്താണ് യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ? പറഞ്ഞേ y is equal to FL divided by A delta L. ഇതിൽ എന്താ വേണ്ടേ? ഡെൽറ്റ എല്ലിന് പ്രതീകം എടുക്കുക, വൈന് പ്രതീകം എടുക്കുക. അപ്പൊ എങ്ങനെയാണ് വരെ പറഞ്ഞ് ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു FL divided by AY. ഇവിടെ എല്ലാം ഇട്ട് കൊടുത്ത ഉത്തരായി. അപ്പൊ എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100 into 10 raised to 3 ആണ്.
എൽ എന്ന് പറഞ്ഞ ചോദ്യത്തിൽ തന്നിട്ട് 1 ആണ് ഡിവൈഡഡ് ബൈ ഏരിയ നമുക്ക് കിട്ടി വെച്ചിട്ടുണ്ട് മക്കളെ 3.14 ഇൻറ്റു 3.14 ഇൻറ്റു 10⁻⁻4 അല്ലെ 10⁻⁻4 ഇൻറ്റു യങ്സ് മോഡുലസിൽ ചോദ്യത്തിൽ പറഞ്ഞിട്ട് ഇതാണ് യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ അല്ലെ 2 ഇൻറ്റു 10⁻11 2 ഇൻറ്റു 10⁻11 ഇത് ഇട്ട് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഉത്തരായി. ഇതെങ്ങനെ നമുക്കൊന്ന് ഹരിച്ചു നോക്കട്ടെ എത്ര വരും നമുക്ക് നോക്കാം. ശ്രദ്ധിക്കട 100 ഇൻറ്റു 10⁻3 ഹരിക്കണം 3.14 ഇൻറ്റു 10⁻⁻4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അടുത്ത ബ്രാക്കറ്റ് ഇടാ 2 ഇൻറ്റു 10⁻11 ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഉത്തരത്തിൽ എന്താ വരാന്നറിയോ which is equal to 1.59 ഇൻറ്റു 10⁻³ മീറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. ഇത്രയ്ക്ക് മീറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. നെക്സ്റ്റ് നമുക്ക് എന്താ പരിപാടി വേണ്ടേ? നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം സി ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം മക്കളെ. സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ചോദ്യം വായിച്ചു നോക്കിയേ. സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു കാൽക്കുലേറ്റ് സ്ട്രെയിൻ ഓഫ് ദ റോഡ്. നമുക്ക് സ്ട്രെയിൻഡ് ഇക്വേഷൻ അറിയാടാ. എന്താണ് സ്ട്രെയിൻഡ് ഇക്വേഷൻ പറഞ്ഞേ? സ്ട്രെയിൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിലേക്ക് എടുക്കുന്നത് എപ്സിലോൺ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ആണ് വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ അതേടൊക്കെ എടുക്കുന്നത് ഇത് അല്ലെ 1.59 into 10⁻³ all divided by 1.59 into 10⁻³ divided by L1 which is equal to 1.59 into 10⁻³ യൂണിറ്റ് ഇല്ലേ അതിന് സ്ട്രെയിൻ അല്ലേ. അപ്പൊ 3 മാർക്ക് ഉറപ്പല്ല മക്കളെ. ഇത് തന്നെ പഠിച്ചു പോകട്ടെ. നമ്മുടെ പരീക്ഷയ്ക്ക് 3 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണിത്. Okay, thank you.